എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് KGTE ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് മുൻ വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് LD ടൈപ്പിസ്റ്റ് 2012 സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 25 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയാസ് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസ് ഏതെങ്കിലും ഒന്ന് കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കാണുക. തീർച്ചയായിട്ടും എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ഒരു സീരീസ് കാണുന്നതിലൂടെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക്, ഈ ഒരു കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിൽ നിന്നുള്ള മാക്സിമം മാർക്ക്, അതായത് 40 മാർക്കാണ് വരുന്നത്, 40 മാർക്കും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ എക്സാമ്പിൾസ് ഓഫ് വേർഡ് പ്രോസസ്സർ. ഡാഷ് ഈസ് ദ എക്സാമ്പിൾസ് ഓഫ് വേർഡ് പ്രോസസ്സർ. ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്നത് ഒരു വേർഡ് പ്രോസസ്സറിന് എക്സാമ്പിളാണ്. ഡാഷ് ആർ പ്രിൻറ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ഈച്ച് പേജ് ആൻഡ് ഡാഷ് ആർ പ്രിൻറ്റഡ് അറ്റ് ദ ബോട്ടം ഓഫ് ഈച്ച് പേജ്. എന്താണത്? അതായത് ഡാഷ് ആർ പ്രിൻറ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ഈച്ച് പേജ് ആൻഡ് ഡാഷ് ആർ പ്രിൻറ്റഡ് അറ്റ് ദ ബോട്ടം ഓഫ് ഈച്ച് പേജ്. ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ്. ഹെഡേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ പേജിൻ്റെയും മുകളിൽ പ്രിൻ്റ് ചെയ്യുന്നതിന് ഹെഡർ എന്നും, എല്ലാ പേജിൻ്റെയും ബോട്ടത്തിൽ താഴെയായിട്ട് പ്രിൻ്റ് ചെയ്യുന്നതിന് ഫൂട്ടർ എന്നുമാണ് പറയുന്നത്. ഡാഷ് ഈസ് ഡൺ യൂസിങ് ടാബ് സെറ്റ്. ടാബ് സെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ടൈപ്പിംഗ് ആണ്. ടാബ് സെറ്റ് ഉപയോഗിച്ചിട്ട് ടൈപ്പിംഗ് ആണ് ചെയ്യുന്നത്. കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ്. 2012 ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുന്നത്. ടൈപ്പിംഗ് ഈസ് ഓഫൺ യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് വേർഡ് പ്രോസസ്സിംഗ്. വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സാധാരണ ടൈപ്പിംഗ് യൂസ് ചെയ്യുന്നത്. ഡാഷ് ഈസ് യൂസ് ടു സെറ്റ് ദ ഡോക്യുമെൻറ്റ് ആസ് എ ടേബിൾ വിത്തൗട്ട് ഡ്രോയിങ് ഇറ്റ്. അതായത് ഒരു ടേബിൾ വരയ്ക്കാതെ തന്നെ ടേബിൾ പോലെ ആ ഒരു ഡോക്യുമെൻറ്റിലെ ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ടാബ് സ്റ്റോപ്പ്. അപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ പറയാം, അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഡിഫോൾട്ടായിട്ട് ടാബ് സ്റ്റോപ്സ് എത്ര ഡിസ്റ്റൻസിലാണ് വരുന്നത്? ഡിഫോൾട്ടായിട്ടുള്ള ടാബ് സ്റ്റോപ്സ് ഡിഫോൾട്ടായിട്ട് എത്ര ഇഞ്ചിലാണ് വരുന്നത്? അത് പ്രീവിയസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാം. ദ ഓപ്ഷൻസ് ഫോർ കട്ട് ആൻഡ് പേസ്റ്റ് ഈസ് അവൈലബിൾ ഇൻ ഡാഷ് മെനു. കട്ട് ആൻഡ് പേസ്റ്റിനുള്ള ഓപ്ഷൻ എവിടെയാണ്, ഏത് മെനുവിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്? എഡിറ്റ് മെനുവിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. Ctrl+C എന്ന് പറയുന്നത് കോപ്പി, Ctrl+V പേസ്റ്റ്, Ctrl+X കട്ടാണ് വരുന്നത്. ആ ഷോർട്ട് കട്ട് കീസ് കറക്റ്റായിട്ടൊന്ന് ഓർമ്മിച്ച് വെക്കുക, ഉപകാരപ്പെടും. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് നെസസറി ദാറ്റ് DTP ഓപ്പറേറ്റേഴ്സ് ഷുഡ് ഹാവ് സെർട്ടൻ ഡാഷ് ഇൻ ടൈപ്പിംഗ്. DTP ഓപ്പറേറ്റേഴ്സിന് ടൈപ്പിങ്ങിൽ എന്താണ് വേണ്ടത്? ഏറ്റവും അത്യാവശ്യമായിട്ട് സ്പീഡാണ്. ടൈപ്പിങ്ങിൽ നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ DTP ഓപ്പറേറ്റേഴ്സിന് അവരുടെ വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. ഇൻ വേർഡ് വിൻഡോ കോമൺലി യൂസ്ഡ് ഫോണ്ട് നെയിം. വേർഡ് വിൻഡോയിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫോണ്ടിൻ്റെ പേര് ടൈംസ് ന്യൂ റോമൻ. റെഡ് വേവി ലൈൻ ഇൻഡിക്കേറ്റ്സ് ദ. അതായത് വേർഡ് പ്രോസ് അല്ലെങ്കിൽ വേർഡിൽ കുറച്ച് വേർഡ്സിൻ്റെ അടിയിലോ അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ അടിയിലോ വേർഡ്സിൻ്റെ അടിയിലായിട്ട് റെഡ് വേവി ലൈൻസ് കാണുന്നതാണ്. അതെന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സ്പെല്ലിംഗ് മിസ്റ്റേക്കിനെയാണ് റെഡ് വേവി ലൈൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ടു ആഡ് പേജ് നമ്പർ ക്ലിക്ക്. പേജ് നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? ഇൻസേർട്ട് പേജ് നമ്പർ. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് വേർഡ് പ്രോസസ്സർ ടുഡേ ഈസ്. നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള വേർഡ് പ്രോസസ്സർ ഏതാണ്? മൈക്രോസോഫ്റ്റ് വേർഡ് ആണ് ഒരു വേർഡ് പ്രോസസ്സറിന് ഉദാഹരണം. ദർ ആർ 2 ടൈപ്പിംഗ് മെത്തേഡ്സ് ഇൻ വേർഡ്. 2 ടൈപ്പ്
ടൈപ്പിംഗ് മെത്തേഡ്സ് അല്ല, ടൈപ്പിംഗ് മോഡ്സ് ഉണ്ട്. ഏതൊക്കെയാണത്? 2 ടൈപ്പ് ടൈപ്പിംഗ് മോഡ്സ്, ഇൻസേർട്ട് ആൻഡ് ഓവർ ടൈപ്പ്. The act of moving around in a document by using the mouse or keyboard is. അതായത് ഒരു ഡോക്യുമെൻറ്റിൻ്റെ ചുറ്റിലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെ അതിൻ്റെ ചുറ്റിലായിട്ട് മൂവ് ചെയ്യുന്നതിന് അത് മൗസ് ഉപയോഗിച്ചിട്ടാവാം അല്ലെങ്കിൽ കീബോർഡ് ഉപയോഗിച്ചിട്ടാവാം. ഇത് ആ ഒരു ആക്ടിനെ, ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് നാവിഗേഷൻ. അപ്പോൾ കീബോർഡിൽ നാവിഗേഷൻ കീസ് ഉണ്ട്. The 2 most commonly used views in Word are. വേർഡിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 2 വ്യൂസ്, നോർമൽ ആൻഡ് പ്രിൻ്റ് ലേഔട്ട്. Both the dash and dash commands can be used to save document for the first time. അതായത് ഒരു ഡോക്യുമെൻ്റ് ആദ്യമായിട്ട് സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ കമാൻഡ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയും? സേവ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ സേവ് ആസും ഉപയോഗിക്കാം. If you want to print a single copy of the active document, click the dash button. അതായത് നിങ്ങൾക്ക് ഒരു സിംഗിൾ കോപ്പിയാണ് വേണ്ടത്. അത് ആക്റ്റീവ് ആയിട്ടുള്ള ആ ഡോക്യുമെൻറ്റിൻ്റെ സിംഗിൾ കോപ്പി വേണമെങ്കിൽ ഏത് ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? പ്രിൻറ്റ് ബട്ടൺ. If you want to see how the document will appear when you print it, you can use. അതായത് നിങ്ങൾക്ക് ആ ഒരു ഡോക്യുമെൻറ്റ് പ്രിൻ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിൻറ്റ് പ്രിവ്യൂ. To protect your document, you create a dash for the document. നമ്മുടെ ഡോക്യുമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡോക്യുമെൻറ്റിലേക്ക് നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്? പാസ്വേഡ്. Dash is the process of changing existing text. Editing ആണ് വരുന്നത്. Dash indicated by the blinking cursor is where the text or graphics to be inserted will appear. Insertion point indicated by the blinking cursor where ഇൻസേർഷൻ പോയിൻ്റ് ആണ് നമ്മൾ ഒരു ഗ്രാഫിക്സോ അല്ലെങ്കിൽ ടെക്സ്റ്റോ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യുന്നത്. Dash is the way in which your document appears, whether portrait or landscape. Page orientation. സോറി, ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പേജ് ഓറിയൻറ്റേഷൻ ആണ് അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ ആണ് വരുന്നത്. A dash is the point at which one page ends and a new page begins. അതായത് എവിടെയാണ് ഒരു പേജിൻ്റെ അവസാനവും പുതിയ പേജിൻ്റെ തുടക്കവും ആയിട്ട് വരുന്നത്? പേജ് ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു പേജിൻ്റെ അവസാനം വരുന്ന പോയിൻറ്റും പുതിയ പേജിൻ്റെ തുടക്കം വരുന്ന പോയിൻ്റാണ് പേജ് ബ്രേക്ക്. ഡാഷ് അലോസ് ടു സെറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ. ലെഫ്റ്റ് മാർജിനും റൈറ്റ് മാർജിനും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ റൂളർ. ചേഞ്ചിങ് ദ സ്റ്റൈൽ ഓർ അപ്പിയറൻസ് ഓഫ് ദ ടെക്സ്റ്റ് ഈസ് കോൾഡ്. ടെക്സ്റ്റിനെ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ആ ടെക്സ്റ്റിൻ്റെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യുന്നതിന് എന്താണ് വിളിക്കുന്നത്? ഫോർമാറ്റിംഗ്. Dash of text refers to the position of the text with respect to the margins of the document. Alignment of text എന്ന് പറയുന്നത് മാർജിന് ബേസ് ചെയ്തുകൊണ്ട് ആ ടെക്സ്റ്റിൻ്റെ പൊസിഷൻ, ആ ഒരു ഡോക്യുമെൻറ്റിലെ ടെക്സ്റ്റിൻ്റെ പൊസിഷനാണ് അലൈൻമെൻറ്റ് ഓഫ് ടെക്സ്റ്റ് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ 25 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.